ഹലോ വെൽക്കം ടു ഡിവൈൻ ഡ്രോപ്സ്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവധിയുള്ളൊരു ദിവസമാണ്. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവധി ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ നടക്കാൻ പോകാറുണ്ട്. അപ്പം ഞങ്ങൾ നടക്കാൻ പോകുന്ന കാഴ്ചകളും സറൗണ്ടിങ്സും പിന്നെ അതുപോലെ ഒരു സൂപ്പർ ഒരു സർപ്രൈസും കൂടെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ നടക്കാൻ പോകുന്ന വഴി. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു സൈഡ് കടലാണ്, അടുത്ത സൈഡ് റെയിൽവേ ട്രാക്കാണ്. അവിടെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. സോ നമ്മളിതിലേക്കൂടെയാണ് നടക്കുന്നത്. ഇന്ന് കുറച്ച് വെയിലിയേറ്റ ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി താമസിച്ചു, ഒരു 7:30-8 ആകാറായി. ഒരു വർക്കിംഗ് ഡേ ആണ് ഇന്ന്, അതുകൊണ്ട് അധികം ആൾക്കാരില്ല. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റും നന്നായിട്ട്. ഈ ഡിവോൺ എന്ന് പറഞ്ഞ കോണ്ടിയിലെ സൂപ്പറായിട്ടൊരു സ്ഥലമാണ് ഡോളിഷ് വാലൻ, ടോർക്കെ, ടിമൗത്ത്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം ഈ സ്ഥലങ്ങളൊന്നും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. സമ്മർ ടൈമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ല പ്ലേസാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വേലിയേറ്റ സമയമാണ്. രാവിലെ ഞങ്ങളങ്ങോട്ട് പോകുന്ന സമയത്ത് വേലിയേറ്റ സമയമാണ്. നമ്മൾ കടലിലോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്, പക്ഷെ നന്നായിട്ട് തിരയടിച്ച് വരുന്നുണ്ട്. ഇത് ആ സൈഡാണ്. കടൽ ഭിത്തി ഞാൻ കാണിച്ചു തരാം. കടൽ ഭിത്തി, അപ്പം മണ്ടയ്ക്കോട്ട് വെള്ളം കയറത്തില്ല, ഇങ്ങനെ വന്ന് തട്ടിപ്പോവും. അതുപോലെ ഈ സ്ഥലം കണ്ടോ, ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ ആ മലയുടെ മണ്ടയ്ക്കൊക്കെ ഒരുപാട് പ്രാവശ്യം കയറിയിട്ടുണ്ട്, ഞാൻ ഫോട്ടോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ട്രെയിൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. കണ്ടോ ഒരു ട്രെയിൻ പോകുന്നത്? സൂപ്പറല്ലേ? സൂം ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് ടോട്ടലായിട്ടുള്ളൊരു വ്യൂ. അവിടെ കുറച്ച് ചെറിയ ബോട്ടൊക്കെ കിടപ്പുണ്ട്, മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്. പിന്നെ നമുക്ക് നടക്കാനുള്ള പാതയുണ്ട്. ഇത് കണ്ടോ, ഒരു പട്ടി അതിനെ കരയ്ക്ക് കയറ്റാതെ അതിൻ്റെ ഓണർ ആ വെള്ളത്തിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പേ കല്ലെടുത്തെറിയും. അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് പോവും. അങ്ങനെ അതിനെ അവിടെ ഇട്ട് നന്നായിട്ട് കുളിപ്പിക്കുക. സൂപ്പറല്ലേ? രാവിലെ നടക്കാണ്ടല്ലോ, സൂപ്പർ വൈബായി. ഇതിൽ പറയാൻ എനിക്ക് വാക്കുകളില്ല. അപ്പം നമ്മൾ നടന്നത്, ഞാൻ സർപ്രൈസ് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് സർപ്രൈസ്. ഡോളിഷിലെ ഒരു ക്ലിഫാണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ വേറെ ഫോട്ടോസൊക്കെ വീഡിയോസ് ഇടാം. ഇതാണ് ക്ലിഫ്. ഇവിടെ കുറേ ഗുഹകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാറുണ്ട്. കാരണം അവിടെ ഇരുന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുന്നത് ഒരു സൂപ്പർ വൈബാണ്. തിരമാല ഇങ്ങനെ അടിച്ച് വരുന്നതും ഒരു നല്ലൊരു, എനിക്ക് പറഞ്ഞാൽ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ സൂപ്പറായിട്ടുള്ളൊരു പ്ലേസാണിത് കേട്ടോ. ഈ ക്ലിഫിൻ്റെ മുകൾ വശം ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെ കുറേ ഗുഹകളുണ്ട്. ഇതിൻ്റെ ഒരു സൈഡാണ്, 2 ക്ലിഫിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്പേസാണിത്. ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുവാണെങ്കിൽ ഡോളിഷ് വാലൻ കാണാം. അവിടെ കണ്ടോ, വിൻഡ് വീലൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെറുതായിട്ട് കാണാൻ പറ്റും നോക്കുവാണെങ്കിൽ. സോ അച്ചാച്ചൻ ആ ഗുഹയ്ക്കകത്ത്, ഞാൻ പറഞ്ഞൊന്ന് കയറിയിട്ട് വരാമോ, ഞാൻ വീഡിയോ പിടിക്കാമെന്ന്. സോ നീ ഇതിൻ്റെ അകത്ത് പോയാൽ അധികം വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് പിക്ചർ കിട്ടത്തില്ല. എങ്കിലും ഞാനൊന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് അകത്തോട്ട് പോകാറുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ സ്വിം ചെയ്യാൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവരിവിടെ വന്ന് തുണി മാറുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ വന്നിരുന്ന് ബ്രീത്തിങ് എക്സസൈസ് സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അകത്ത് അങ്ങോട്ട് പോയാൽ വെട്ടമില്ല. സോ ഞാൻ അവിടെ വെച്ച് തിരിച്ചു പോവാണ്. കണ്ടോ, പുറത്തോട്ട് നോക്കുമ്പോഴത്തെ ഒരു വൈബ് കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ളൊരു ഇതുണ്ടോ. ഇത് നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് നല്ല റീഫ്രഷിങ്, നല്ല ഒരു വൈബാണ്. ആ സൈഡിലുള്ള ഇത് കണ്ടോ, കടലിലോട്ട് ഇറങ്ങാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അങ്ങോട്ട് നോക്കുന്ന ആ സൂപ്പർ വ്യൂ. അതുപോലെ വേറൊരു ഗുഹയുടെ ആകാണ് കേട്ടോ. സോ അതൊക്കെ ഞാനിങ്ങനെ
എടുത്ത് മീൻസ് കുറേയൊക്കെ എനിക്ക് കട്ട് ചെയ്ത് കളയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വ്യൂസൊക്കെ ചിലർ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം ഇതൊക്കെ കാണാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. ഇപ്പം വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. സോ നേച്ചർ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് കാരണം ഞാൻ ഒരുപാട് ഇവിടെ UK വന്നതിന് ശേഷം എന്താ എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല, അത്രയ്ക്ക് മീൻസ് ആവശ്യത്തിന് നമുക്ക് ഓഫൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ ട്രിപ്പുകളൊക്കെ പോവാം. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം സൂപ്പർ സ്ഥലമാണ്. എങ്ങും വണ്ടി പിടിച്ച് പോകണ്ട, അടുത്ത് തന്നെയാണ്. അപ്പം എനിക്ക് പുതിയ ജോലിക്ക് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഈ സ്ഥലം വിട്ടു പോകണ്ട, ഇവിടെ തന്നെ എവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടിയാൽ മതി. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. എന്തായാലും ദൈവം അതുപോലെ തന്നെ നടത്തി. സോ ഇത് ഡോളിഷ്വാരൻ്റെ ഒരു വ്യൂ ആണ്. നമ്മൾ അവിടെ പോയിട്ട് ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം. അവിടെ സൂപ്പർ പ്ലേസാണ്. പിള്ളേർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കാര്യങ്ങളുണ്ട്. വലിയവർക്ക് വേണമെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഈ ക്ലിഫിൻ്റെ മുകളിൽ നമുക്ക് പോകാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ക്ലിഫിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലം ഞാൻ കയറി നിന്നിട്ട് അതിൻ്റെയും വ്യൂ കാണിച്ചു തരാമേ. നല്ല തിരമാല അടിച്ച് വരുവാണ്, ചെറിയൊരു തണുപ്പുണ്ട്, സമ്മർ ടൈമാണ്. ഇപ്പോൾ ഒരു ടൈം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്, 9 AM മോർണിംഗ്. ഇവിടെ ഇങ്ങനെ നിന്നാലുണ്ടല്ലോ നമ്മുടെ സമയം പോകുന്നതേ അറിയത്തില്ല. അപ്പം ഞാൻ ഓൾറൗണ്ട് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. റൗണ്ടായിട്ട് ക്ലിഫിൻ്റെ മുകൾ വശമൊക്കെ ഇങ്ങനെയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് സൂപ്പർ വൈബാണ്. ഈ പ്രദേശങ്ങൾ മുഴുവനും കാണാം. സോ ഓപ്പോസിറ്റാണ്. അപ്പം നമ്മളിനി നടക്കുക കേട്ടോ, തിരിച്ച് വീട്ടിൽ പോകണം. വിശക്കുന്നുണ്ട്, നല്ലൊരു നടപ്പായിരുന്നു. അപ്പം നമുക്ക് തിരിച്ച് ഇനി വീട്ടിലോട്ട് പോകാം കേട്ടോ. സൂപ്പർ പ്ലേസാണ്, സൂപ്പർ. അപ്പം അച്ചാച്ചൻ നടന്നു തുടങ്ങി. ഇനിയിപ്പം ഞാൻ പോയില്ലെങ്കിൽ ഞാൻ പിന്നെ അച്ചാച്ചൻ്റെ ഒപ്പം എത്തണമെങ്കിൽ ഞാൻ ഓടേണ്ടി വരും. എനിവേ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഇനി ഞാൻ ഈ മണലിലൂടെ നടക്കുന്നില്ല, നമുക്ക് അപ്പുറത്തോട്ട് കയറിയിട്ട് നടക്കാം. സൂപ്പറല്ലേ കാണാൻ നമ്മുടെ കടൽ, സൂപ്പർ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം, എപ്പോഴും ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടേയിരിക്കും. സ്വർണം വരുന്നുണ്ട്, അത് പോയി. സൂപ്പർ വ്യൂ അല്ലേ, നോക്കിക്കേ. ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുന്നത്. അത് നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. കണ്ണിന് ഇത്രയും കുളിർമയുള്ള ഒരു ഗംഭീര കാഴ്ച നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ ഈ ഡിവോണിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ പ്ലേസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. സോ നമ്മുടെ ആ കുന്ന് അതൊക്കെ ഒത്തിരി കാണിച്ചാണ്. സോ നമുക്ക് നടക്കാം. പിന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ എനിക്ക് ഈ വീഡിയോസ് ഒന്നും കാണിക്കാതിരിക്കാൻ വയ്യ. അപ്പം നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത് ഒരു പട്ടിക്കൂട്ടം വന്നിരിപ്പുണ്ട്. അതിൻ്റെ ഓണർ വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ അടുക്ക വന്നിരിപ്പായി. പിന്നെ നല്ല ക്യൂട്ടൊരു പട്ടിയാട്ടോ. അപ്പം അവനതൊക്കെ സൈഡിലൊക്കെ നോക്കി അതിൻ്റെ ഓണർ വരുന്നതിന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവർ വന്നു. അപ്പോൾ ഇനി അവർക്ക് മുമ്പേ വീണ്ടും നടക്കുകയാണ്. കടൽ നന്നായിട്ട് കയറി കിടക്കുകയാണ്. കടൽപ്പാത മൊത്തവും തന്നെ വെള്ളം കയറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് കാലാവസ്ഥ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും, ചാറ്റമഴ പെയ്യും, പിന്നെ സൂര്യനായിരിക്കും, വെയിലായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ മഴ എക്സ്പെക്റ്റ് ചെയ്ത് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇത് വേറൊരു പട്ടി, അതിൻ്റെ ഓണർ നടക്കുന്നുണ്ട്. ഇവിടെ കുട്ടിയെക്കാട്ടിലും പ്രധാനമാണ് പട്ടി കേട്ടോ. പിള്ളേരൊക്കെ വളർന്ന് 18 വയസ്സാകുമ്പം അവരവരുടെ വഴിക്ക് പോവും. പിന്നെ ഇവർക്ക് കൂട്ടായിട്ടുള്ളത് പട്ടിയാണ്. അപ്പോൾ ഇതാണ് ക്ലിഫിൻ്റെ ഓപ്പോസിറ്റ് വേ. അപ്പോൾ അവിടെ ഞാൻ കയറി നിന്നിട്ട് ഒരു ഷൂട്ട് എടുക്കുകയാണ്. കണ്ടോ, വിൻഡ് വീൽ കണ്ടോ, അത് ആ ഡോളിഷ്വാരൻ്റെ പ്ലേസാണ്. ഞാൻ ആ ക്ലിഫിൻ്റെ ഓപ്പോസിറ്റ് വേയിൽ കയറി. ഞാൻ ക്ലിഫിൻ്റെ മുകളിൽ കയറുന്നില്ല, കാരണം എനിക്ക് അത്ര ഒരു എനർജി ഇല്ല ഇനി അതിൻ്റെ മണ്ടയിൽ കൂടെ കയറാനായിട്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്.
സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇത് കണ്ടോ ട്രെയിൻ വരുന്നത്. അപ്പം അതിനിയും അങ്ങോട്ട് പോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ ഒരു മോർണിംഗ് വാക്ക് കഴിയാറായി. ആ ട്രെയിൻ വളരെ പെതിയാണ് വരുന്നത്. സോ അത് പോട്ടെ, പോയി കഴിഞ്ഞ് വെച്ച് നമുക്ക് ഇപ്പുറത്തോട്ട് പോകാം. അപ്പം ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. പോകുന്ന വഴിക്കും പറ്റുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ ഇനി ഞാൻ കോസ്റ്റൽ സൈഡിൽ കൂടെ അല്ല പോകുന്നത്, അല്ലാതെ റോഡിൽ കൂടെ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ അവിടെയും കുറച്ച് വ്യൂസൊക്കെ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം കാണിക്കാം. സോ തിരിച്ച് നമ്മളിനിയും വീട്ടിലേക്ക് പോവാണ്. ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഈ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോലെ ബെറീസൊക്കെ കാണും കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഞാൻ സാധാരണ ബ്ലാക്ക് ബെറിയൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോലെ ബെറീസ് പഴുത്ത് നിൽക്കുന്ന ഒരു സമയമാണിപ്പം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇത് കണ്ടോ, ഇതാണ് ബ്ലാക്ക് ബെറി. സൂപ്പറല്ലേ ഇത്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് ജ്യൂസ് അടിക്കാനും അല്ലാതെ കഴിക്കാനൊക്കെ. ഇപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഇതുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാം. പെയ്യെ സ്റ്റെപ്പ് വഴി കയറി പോകാം. അപ്പം ഇതിൻ്റെ ഈ സ്റ്റെപ്പിൽ കൂടെ ഞാൻ വരാനുള്ള കാരണം ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ്. ഞാൻ ചില സമയത്ത് ഇവിടെ വന്നിരുന്ന് വായിക്കാറൊക്കെ ഉണ്ട്, ഞാൻ തന്നെ ഉള്ളപ്പം. കാരണം എനിക്കാകെ 3 ദിവസം ഡ്യൂട്ടിയുള്ളൂ. അന്നേരം ഞാനിവിടെ വന്നിരുന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഞാൻ തന്നെ ഉള്ളപ്പം. ഇത് ഒരു സൂപ്പർ വ്യൂ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ ഏകദേശം നമ്മുടെ നടപ്പൊക്കെ അവസാനിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനി വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. സോ ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴികളാണ്. ഇതാണ് ഡോളിഷിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. ആ സൈഡിൽ ഒരു ചെറിയൊരു ഫെറി കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഫെറിയുള്ള ദിവസമാണ്. അപ്പം ആൾക്കാർ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. വേറെ എക്സ്മൗത്ത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇവിടുന്ന് ഫെറി പോയിട്ട് തിരിച്ചിവിടെ നമ്മളെ കൊണ്ടുവിടും. അപ്പം നമ്മുടെ വീട് അടുക്കാറായി. അപ്പം വീഡിയോസൊക്കെ കണ്ടതിന് നല്ല താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടിന് കമൻസ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ലോങ് വീഡിയോ ആണ്, പിന്നെ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കാണുക. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മീ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ വാതിലെത്തി. ഓക്കെ, ബൈ ബൈ.